ഐ ആം സോറി. അയാൾ ഇവിടെ എത്തുമ്പോഴേക്കും മരിച്ചിരുന്നു. മോളെ അയിനോ മയക്കത്തില. ഇപ്പൊ ഉണർത്തേണ്ടെന്നാ ഡോക്ടർ പറഞ്ഞേ. ഇത്രയും വലിയൊരു ആക്സിഡന്റ് നടക്കുമ്പോ എന്റെ കുഞ്ഞിനെയും കൂടി അതിനിടയിൽ കൊണ്ടിടേണ്ട ആവശ്യമുണ്ടായിരുന്നോ? കുറച്ച് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ എന്റെ മോള് കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ? മോളെ ഞാൻ കൊണ്ടുപോവാണ്. ഇനിയും മോളെ തന്റെ കൂടെ നിർത്താൻ എനിക്ക് ധൈര്യമില്ല. താനൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? ഇത്രയും ദിവസം വസുതയല്ലേ മോളെ നോക്കിയത്. ഇന്നിപ്പോ ഒരു ആക്സിഡന്റ് സംഭവിച്ചു. അത് മനഃപൂർവ്വം ചെയ്തൊന്നും അല്ലല്ലോ. എടോ, ഞാൻ എന്റെ വിഷമം കൊണ്ട് പറഞ്ഞതാ. ഏതായാലും തൽക്കാലം ഞാൻ മോളെ കൊണ്ടുപോവാണ്. നമുക്കവളെ വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കാണിക്കാം. അവൾ എഴുന്നേറ്റ എന്നെ കാണാതെ കരയും. സാരമില്ല, ഞാൻ മോളെ പറഞ്ഞ് മനസ്സിലായിക്കോളാം. ഞാൻ തന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോകല്ല. ഈ ഒരവസ്ഥയിൽ കൊണ്ടുപോകുന്നത് തന്നെയാണ് നല്ലത്. അല്ലെങ്കിൽ മോള് വരില്ല. ഒന്നുറങ്ങി തെളിയുമ്പോൾ എന്തെങ്കിലും പറഞ്ഞ് ഞാൻ മനസ്സിലാക്കാൻ ശ്രമിക്കാം. താൻ വിഷമിക്കണ്ട. തൽക്കാലം അവൾ ഇപ്പൊ ഗിരിയുടെ കൂടെ നിൽക്കട്ടെ. അവനും ടെൻഷൻ ഉണ്ടാവുമല്ലോ. മോളൊന്ന് സുഖമായിട്ട് തനിക്ക് കൊണ്ടുപോവാം. ശരി. മോനെ, അയ്യോ, എന്താടാ കുഞ്ഞിന് പറ്റിയത്? മോളെ അയിനോ, എന്റെ മോളുടെ ദേഹത്ത് എന്താ ഈ കാണുന്നേ? എന്താ ഗിരി നീ ഒന്നും പറയാത്തത്? കുഞ്ഞിനെന്താ പറ്റിയത്? അതെങ്കിലും ഒന്ന് പറ. ചെറിയൊരു ആക്സിഡന്റ് ഉണ്ടായതാ. അയ്യോ, മോള് തെറിച്ച് റോഡിലേക്ക് വീണു. ഈശ്വര, എന്നിട്ട് ഹോസ്പിറ്റലിൽ കാണിച്ചോ? ഹോസ്പിറ്റലിൽ കാണിച്ചതാ. കുഴപ്പമില്ലെന്ന് ഡോക്ടർ പറഞ്ഞു. എവിടെ വെച്ചാടാ ഇത് സംഭവിച്ചത്? അത് വസുധയോടൊപ്പം ടൗണിൽ പോയതാ. ആ, എനിക്ക് തോന്നി. അവൾക്ക് ഇതൊന്നും ശ്രദ്ധിക്കേണ്ട കാര്യമില്ലല്ലോ. കുഞ്ഞ് നമ്മുടേതാണല്ലോ. എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞതാടാ അവിടെ നിർത്തണ്ടാന്ന്. അപ്പൊ നിനക്ക് അഹങ്കാരമായിരുന്നു. ഇപ്പൊ എന്തായി? ആപത്തൊന്നും ഉണ്ടാവാതെ ശ്രദ്ധിക്കേണ്ടത് നമ്മളായിരുന്നു. അവൾക്കെന്താ? അവക്കെന്ത് പോവാൻ? അവക്കിതൊന്നും പുത്തരിയല്ലല്ലോ. മുന്നേ തന്നെ ഒരു കൊച്ചു ചത്തുപോയി ശീലിച്ചവളല്ലേ അവൾ. അപ്പൊ അത്ര ശ്രദ്ധയൊക്കെ അവൾക്കുണ്ടാവും. ഇതിനൊക്കെ ഇവനെ പറഞ്ഞാ മതിയല്ലോ. ആകെയുള്ളൊരു കുഞ്ഞാണ്. അനാഥ കുഞ്ഞിനെ പോലെ കണ്ടോളുമാർക്ക് എറിഞ്ഞു കൊടുത്തിട്ട് ഇപ്പൊ എടുത്തോണ്ട് വന്നിരിക്കുന്നു. അമ്മ ഒന്ന് നിർത്തുന്നുണ്ടോ? അമ്മ കാര്യം അറിയാതെ എന്തെങ്കിലും വിളിച്ച് പറയരുത്. ഇതൊന്നും വസുധ മനഃപൂർവ്വം ചെയ്തല്ല. അവൾക്ക് നേരെ നടന്നൊരു വധശ്രമത്തിലാണ് ഈ കുഞ്ഞു പെട്ടുപോയത്. അതൊക്കെ ഓരോ കാരണം പറയുന്നതാവും. ശ്രദ്ധിക്കാതെ കുഞ്ഞിനെ കൊണ്ടുപോയത് പോരാഞ്ഞ ന്യായം പറയുന്നു. നമ്മളൊന്നും നോക്കൂലെന്ന് പറഞ്ഞ് കൊണ്ടുവിട്ടതല്ലേ അമ്മായി. ഇപ്പൊ ഗിരിയേട്ടിന് സന്തോഷമായിട്ടുണ്ടാവും. അമ്മായി ഒന്നും പറയണ്ട. എന്തിനാ വെറുതെ? എല്ലാവരുടെയും ചോദ്യം ചെയ്യൽ കഴിഞ്ഞെങ്കിലേ ഞാൻ ഈ കുഞ്ഞിനെ മോളെ കൊണ്ട് കിടത്തട്ടെ. ഇത് തന്നെയാ ഞാൻ പറഞ്ഞത്. ഗിരിയേട്ടിന് ദേഷ്യം വരുമെന്ന്. നമ്മൾ എന്തു പറഞ്ഞാലും ഗിരിയേട്ടിന് ദേഷ്യമാ. ഏതോ ഒരു സ്ത്രീയുടെ അടുത്ത് കുഞ്ഞിനെ കൊണ്ടുപോയി ഈ അവസ്ഥയിലാക്കിയിട്ട് എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടോ നോക്കിക്കേ. അല്ല, അതൊക്കെ പറയാൻ നീ ആരാ? എവളുടെ അമ്മയൊന്നും അല്ലല്ലോ നീ. എന്റെ മോളുടെ കാര്യം നോക്കാനേ എനിക്കറിയാം. കണ്ടോ അമ്മേ, ഇത് തന്നെയാ പറഞ്ഞത്. നമ്മള് വെറുതെ വെറുപ്പ് സമ്പാദിക്കല്ലാതെ വേറൊരു ഗുണവും ഇല്ല. എന്തു പറഞ്ഞാലും ഗിരിയേട്ടിന് മനസ്സിലാവില്ല. ഇവള് പറഞ്ഞതിൽ എന്താ തെറ്റ്? ഞങ്ങളെയൊക്കെ നീ എന്താ ഒരുമാതിരി ശത്രുക്കളായി കാണുന്നേ? എന്റെ അമ്മയെ ഒന്ന് നിർത്താവോ? മോൾക്ക് തീരെ വയ്യ. ഞാൻ മോളെ ഒന്ന് കിടത്തട്ടെ, എന്നിട്ടാവാം ചോദ്യം ചെയ്യലൊക്കെ. വാ മോളെ. എടാ മോനെ,
നമുക്ക് മോളെ ഡോക്ടറെ ഒന്നും കൂടി കാണിച്ചാലോ? കുഴപ്പമൊന്നുമില്ല അമ്മേ. ഇപ്പോ ഡോക്ടർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ലാന്ന്. എങ്കിൽ നീ കുഞ്ഞിനെ കൊണ്ടുപോയി കിടത്ത്. ഞാൻ രാധയോട് കുറച്ച് കഞ്ഞി എടുക്കാൻ പറയാം. ഒന്ന് നനച്ചു തുടച്ച് കുറച്ച് കഞ്ഞി കുടിപ്പിക്കാം. ഇല്ലെങ്കിൽ കുഞ്ഞിന് ക്ഷീണം കൂടും. ശരി അമ്മേ. മോളെ വാ. ചേച്ചി ചേച്ചി ഇങ്ങനെയൊന്നും പറയാതെ നിന്നിട്ടാ അവൻ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്. ഇതൊന്നും പറയേണ്ട സമയം ഇപ്പോഴല്ല ലക്ഷ്മി. എന്നാലും അവൾ ഈ കുഞ്ഞിന് എന്താ ചെയ്തത്? ടൗണിലൊക്കെ കൊണ്ടുപോകുമ്പോഴേ ചെറിയ കുട്ടികളുടെ കൈ പിടിക്കണമെന്ന് പോലും അറിയില്ലേ? 2 പ്രസവിച്ച സ്ത്രീയല്ലേ അവള്? എവിടെ പോയപ്പോഴാ ആക്സിഡന്റ് ഉണ്ടായതെന്നൊക്കെ ആർക്കറിയാം? നമ്മളോട് പറയുന്നതൊക്കെ സത്യമാണോന്നില്ലല്ലോ. ഏതായാലും മോളിങ് എത്തിയല്ലോ. ബാക്കിയൊക്കെ സാവധാനം അവനോട് ഞാൻ ചോദിച്ചു മനസ്സിലാക്കിക്കൊള്ളാം. അമ്മേ, നമുക്ക് ചേച്ചിയെ കൊണ്ടുവരാൻ പോയാലോ? എനിക്ക് ചേച്ചിയെ കാണണം. ചേച്ചിയുടെ വീട്ടിലെ മോനെ. നമ്മൾ അങ്ങോട്ട് അല്ലാന്നല്ലേ ചേച്ചി പറഞ്ഞത്? നമുക്ക് പോവാം. നമുക്കിവിടെ നിക്കണ്ട അമ്മേ. മോന്റെ വീട് ഇതല്ലേ? അല്ല, ഇത് നമ്മുടെ വീടല്ല. നമുക്ക് ചേച്ചിയുടെ വീട്ടിലോട്ട് പോവാം. അവന്റെ ഒരു ചേച്ചി. ഞാൻ എന്തെങ്കിലും പറഞ്ഞാലേ കൂടിപ്പോവും. ഇനി ആ പെണ്ണിനെ കൂടെ കൊലക്കി കൊടുക്കണം. അമ്മേ, എന്താ അമ്മയ്ക്ക്? ഞാൻ പറഞ്ഞത് സത്യല്ലേ? വെറുതെ നടന്നുപോയ മനുഷ്യനല്ലേ കൊണ്ടുപോയി കൊന്നത്? അല്ല പിന്നെ. ആക്സിഡന്റ് ഉണ്ടായത് ഞാൻ കാരണമാണോ? നീ കാരണം തന്നെയാ. കണ്ടു നിന്നവരൊക്കെ പറഞ്ഞല്ലോ നിന്നെ ആ പെങ്കൊച്ചിനെ രക്ഷിക്കാൻ നേരത്താ വാസുവിന്റെ ദേഹത്ത് വണ്ടി കയറിയതെന്ന്. എടി, ഞാൻ പറഞ്ഞില്ലേ നിന്റെ ജന്മം ഒരു ഗതികെട്ട ജന്മോ. കൂടെ നിൽക്കുന്ന ആർക്കും ഒരു കാലത്തും ഒരു സ്വസ്ഥത സമാധാനം കൊടുക്കാൻ പറ്റത്തില്ല. എന്നിട്ട് ഞാൻ ഇവിടെ ഇല്ലാത്തത് കൊണ്ടാണോ എന്റെ കുഞ്ഞിനെ നിങ്ങൾ കൊലക്കി കൊടുത്തത്? അവക്ക് അത്ര ആയുസ് ഉണ്ടായിരുന്നുള്ളൂ. നിങ്ങളുടെ കാര്യം വരുമ്പോ ആയുസില്ലായ്മ. ഞാനാണെങ്കിൽ കൊലപാതകയല്ലേ? നിന്റെ മോള് പോയത് അവളുടെ യോഗം. അമ്മയില്ലാതെ വളരുന്ന കുട്ടിക്ക് ഇങ്ങനെയൊക്കെ വരും. അമ്മയില്ലാതാവാതിരിക്കാൻ വേണ്ടിയല്ലേ ഞാൻ ഇല്ലാതായി 5-6 മാസത്തിനകം തന്നെ മകനെ കൊണ്ട് വേറെ വിവാഹം കഴിപ്പിച്ചത്. എന്നിട്ട് എന്റെ കുഞ്ഞിന് അമ്മയില്ലാതായി പോയോ? അച്ഛമ്മയോട് മിണ്ടണ്ട അമ്മേ. അച്ഛമ്മ പോയിക്കേ. ഞങ്ങള് ചേച്ചിയുടെ വീട്ടിൽ പോയിക്കോളാം. പിന്നെ ചേച്ചിയുടെ വീട്ടിലോട്ടങ്ങ് ചെന്ന് കൊടുക്ക്. അവരെ പിച്ചക്കാരാണെന്ന് വെച്ച് എന്തെങ്കിലും ചില്ലറ എടുത്ത് തരും. അമ്മയ്ക്കിപ്പൊ എന്താ വേണ്ടത്? ഞാനും എന്റെ കുഞ്ഞും നിങ്ങളെ ശല്യപ്പെടുത്താൻ വരുന്നില്ലല്ലോ. ഞാനും നിന്റെ വഴിക്കൊന്നും വരുന്നില്ലല്ലോ എന്ന് കരുതി ഇത്രയും വലിയ ദുരന്തം ഉണ്ടായ സ്ഥിതിക്ക് ഒരക്ഷരം പറയാൻ പാടില്ലെന്നാണോ? എടി, നീ ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിലേ ഇന്ന് വാസു ജീവനോടുണ്ടായാനെ. ഞാൻ എന്ത് ചെയ്യാനാ? ആ സമയത്തേക്ക് അങ്ങോട്ടേക്ക് ഒരു വണ്ടി വരുന്ന ഞാൻ എങ്ങനെ അറിയാനാ? ഞങ്ങൾ ഒരു ഭാഗത്ത് ഒതുങ്ങിയാ നിന്നത്. വണ്ടി വരുന്നത് പോലും ഞാൻ കണ്ടില്ല. വാസുവേട്ടൻ ഞങ്ങളെ രക്ഷിക്കാൻ നോക്കി. അത് ഞങ്ങളുടെ തെറ്റാണോ? അല്ലെങ്കിൽ നിന്നെ രക്ഷിക്കേണ്ട ആവശ്യമൊന്നും ഇല്ലായിരുന്നു. നിനക്ക് നീ എന്ത് പറ്റാനാ? മരിച്ചു പോയടത്തുനിന്ന് തിരിച്ചു വന്നതാ. ഇനി ഒന്നും പറ്റാനില്ല. വെറുതെ അവന്റെ ജീവൻ കളഞ്ഞു എന്നല്ലാതെ എന്ത് പറ്റാനാ? ഏതായാലും സുമതി ഒരു പാവമായതുകൊണ്ട് നിനക്ക് കുഴപ്പമില്ല. വേറെ ഏതെങ്കിലും പെണ്ണായിരുന്നെങ്കിലേ നിന്റെ പേര് കേസ് കൊടുത്തേനെ. എല്ലാവരും നിങ്ങളെപ്പോലെ മനസാക്ഷി ഇല്ലാത്തവരല്ലമ്മേ. നിങ്ങൾ ചെല്ല്, എനിക്ക് മോനെ ഉറക്കണം. മോൻ കിടന്നോ?
നോക്കിയോ. എന്താ മോളെ? എനിക്ക് അമ്മയെ കാണണം. എന്റെ അമ്മ എവിടെയാ? മോള് കരയല്ലേ, അമ്മയൊക്കെ വരും. അമ്മയെ വിളിക്ക്, അമ്മ എന്നെ എടുക്കണം. അമ്മയെ വിളിക്കാം മോളെ. മോളൊരു കാര്യം ചെയ്യ്, മോള് ഇപ്പൊ ഒന്ന് കിടന്നേ. കിടക്ക്. ഇല്ല, എനിക്ക് അമ്മയെ കാണണം. എനിക്ക് അമ്മയടുത്ത് പോകണം. അച്ഛനല്ലേ പറയുന്നേ അമ്മയുടെ അടുത്ത് പോവാം. മോളിപ്പൊ കിടക്ക്. കിടക്ക്, കിടക്കടാ. അമ്മ, എനിക്ക് അമ്മയെ കാണണം. മോൾക്ക് അച്ഛൻ അമ്മയെ കാണിക്കാം കേട്ടോ. മോളിപ്പോ ഉറങ്ങിക്കോ. നാളെ സ്കൂളിൽ പാരന്റ്സ് മീറ്റിംഗ് ഉണ്ട്. 3 മണിക്ക് വരാൻ പറഞ്ഞു. ഉച്ചയ്ക്ക് ശേഷമല്ലേ? ഞാൻ ഓഫീസിൽ നേരത്തെ ഇറങ്ങാം. അച്ഛനും അമ്മയും വേണോന്ന് പറഞ്ഞു. പോകാം, നിങ്ങൾ ഇറങ്ങുമ്പോ വിളിച്ചാ മതി. വേണ്ട, എന്റെ അമ്മ വന്നാ മതി. ഇത്രയും കാലം ഞാനല്ലേ വന്നത്, പിന്നെന്താ? ഓ, ഇപ്പൊ നിന്റെ സ്വന്തം അമ്മ എത്തിയതിന്റെ അഹങ്കാരമായിരിക്കും അല്ലേ? ഇത്രയും കാലം ചെറിയമ്മയല്ലേ വന്നത്, പിന്നെന്താ? ചെറിയമ്മ മാമിനോട് കുറ്റം പറഞ്ഞു കൊടുക്കും. മാം ക്ലാസ്സിൽ എല്ലാവരും പറയും. ഇല്ലാത്തതൊന്നും പറഞ്ഞില്ലല്ലോ. നീ ചെയ്ത വികൃതി മാത്രമേ പറഞ്ഞോളൂ. എന്റെ അമ്മ വന്നാ മതി. ഇപ്പൊ എനിക്ക് അമ്മയുണ്ടല്ലോ. അമ്മേ, അമ്മ വരില്ലേ? വരും, അമ്മ ഉറപ്പായിട്ടും വരും. എങ്കിൽ പിന്നെ അമ്മ മാത്രമേ ഉണ്ടാവൂ, അച്ഛൻ കാണില്ല. അച്ഛനും അമ്മയും വേണമെന്ന് മാം പ്രത്യേകം പറഞ്ഞു. സച്ചു, അമ്മ വരും. ബാക്കിയൊന്നും മോൻ നോക്കണ്ട. അഥവാ അമ്മ മാത്രമാണ് വരുന്നെങ്കിൽ അമ്മ സംസാരിച്ചോളാം മാമിനോട്. അതുപോരെ? വാ, നമുക്ക് പുറത്തു വരുന്ന് കഴിക്കാം. മോൻ കഴിക്ക, അമ്മ വരാട്ടോ. ഇത്രയ്ക്കങ്ങ് ആളാ വേണ്ട ഒരു കാര്യമില്ല. നാളെ മീറ്റിങ്ങിന് നിങ്ങൾ പോകണ്ട. അച്ഛനും അമ്മയും ചെല്ലണോന്ന് പറഞ്ഞല്ലേ, പോയില്ലെങ്കിൽ അവന് വിഷമാവും.
അവന്റെ വിഷമം മാറ്റാൻ അവന്റെ അമ്മ പോകുന്നുണ്ടല്ലോ, അത് മതി. അതെ, ഞാൻ തീരുമാനിച്ചോളാം. താൻ അതിനെക്കുറിച്ച് അധികം ചിന്തിക്കണ്ട. ഞാൻ ചിന്തിക്കും. ഇന്നേ വരെ ഒരു അക്ഷരം മിണ്ടാതെ പറയുന്നതൊക്കെ അനുസരിച്ച് നടന്നതാ ചെക്കൻ. ഇപ്പൊ അവന്റെ നാവ് കണ്ടില്ലേ? അവന്റെ കാര്യം വസുത നോക്കിക്കോളും. നീ അതിനെക്കുറിച്ചൊന്നും ആലോചിക്കണ്ട. അല്ലെങ്കിലും ഇപ്പൊ ഞാൻ സംസാരിക്കുന്നതാണല്ലോ നിങ്ങൾക്ക് പ്രശ്നം. അതൊരു ചെറിയ കുഞ്ഞല്ലേ, അതിനോടാണോ നിന്റെ മത്സരം? ചെറിയ കുഞ്ഞാണെങ്കിലും വലിയ തീരുമാനങ്ങൾക്ക് പിന്നില് ആരാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ലെന്ന് കരുതരുത്. നിങ്ങളുടെ കൂടെ അറിവോടെയാണോ ഈ തീരുമാനം? അത് മാത്രം അറിഞ്ഞാ മതി എനിക്ക്. എനിക്ക് നിന്നെ മനസ്സിലാവുന്നില്ല. സാധാരണ സച്ചൂടന്റെ സ്കൂളിൽ മീറ്റിംഗ് വന്നാ ഒന്ന് കൂടെ വരാൻ നിന്റെ കാല് പിടിക്കണം, എന്നാലേ നീ ഒന്ന് ഇറങ്ങി വരാറുള്ളൂ. ഇതിപ്പോ വസുത പോകാന്ന് പറഞ്ഞതിന്റെ നിർബന്ധമാണോ എനിക്ക്? താനിങ്ങനെ നോക്കി പഠിപ്പിക്കാന്ന് വേണ്ട. ഞാൻ എന്റെ സംശയം ചോദിച്ചതാ. അങ്ങനെയെങ്കിൽ അങ്ങനെ. ഇനിയിപ്പൊ അച്ഛനും അമ്മയ്ക്കും മകനും ഒരു കുടുംബമായിട്ട് പോയാ കൊള്ളാന്ന് തോന്നുന്നുണ്ടാവും അല്ലേ? എനിക്കൊരു തോന്നലുമില്ല എന്റെ പൊന്നെ. എന്നെ ഒന്ന് വെറുതെ വിട്ടാ മതി. മോൻ പേടിക്കണ്ട കേട്ടോ. ആര് വന്നില്ലെങ്കിലും അമ്മ എന്തായാലും വരും. സ്കൂളിലൊക്കെ പോയി പഠിച്ച് വലിയ ആളാവണം, നല്ല ജോലിയൊക്കെ വാങ്ങണം കേട്ടോ. അച്ഛൻ പറഞ്ഞൊന്നും മോൻ കാര്യാക്കണ്ട. അമ്മയുണ്ടല്ലോ മോന്റെ കൂടെ. ഇവിടെ നിൽക്ക്. നീ ചെല്ല ചെല്ല. എനിക്കൊന്നും വയ്യ. ചെല്ലാനല്ലേ പറഞ്ഞേ? ചെന്ന് കൊടുക്ക്. ചെല്ല്. ആഹാ, മോൾ ഇവിടെ വന്നിരിക്കുകയാണോ? മോക്ക് വിശക്കുന്നില്ലേ? രാവിലെ ഒന്നും കഴിച്ചിട്ടില്ലാന്ന് അച്ഛമ്മ പറഞ്ഞു. നമുക്ക് എന്തേലും കഴിച്ചാലോ? എനിക്ക് വിശക്കുന്നില്ല. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? എന്തേലും കഴിക്കണ്ടേ? അല്ല അസുഖം വന്നാലോ? എനിക്ക് വേണ്ടാന്ന് പറഞ്ഞില്ലേ, ഞാൻ പിന്നെ കഴിച്ചോളാം. കുറച്ചെങ്കിലും കഴിക്കുമോളെ. നിന്റെ അച്ഛമ്മ പറഞ്ഞോണ്ടാ. വേണ്ടാന്ന് പറഞ്ഞില്ലേ, ഞാൻ കഴിച്ചോളാം. കുറച്ച് കഴിച്ചു നോക്കിക്കേ. ദേ ഓംലെറ്റ് ഒക്കെ ഉണ്ട്, കഴിക്കേ. കഴിക്കുമോളെ. ഇത്ര അഹന്ത പാടില്ല പിള്ളേർക്ക്. കഴിക്കടി അങ്ങോട്ട്. കഴിക്കാനല്ലേ പറഞ്ഞത്? കഴിക്കാനല്ലേ പറഞ്ഞത്? കഴിക്കടി. കഴിക്കാനല്ലേ പറഞ്ഞത്? എന്നിട്ട് കഴിച്ചാ കഴിക്കാൻ. കഴിക്കടി. മോളെ, നീ എന്താ ഈ കാണിക്കുന്നത്? ഇതൊരു ചെറിയ കുട്ടിയല്ലേ? കുട്ടി? ഇതിനെ കുട്ടിയെന്നല്ല, കുട്ടി തേവാങ്കെന്ന് വിളിക്കണം. എന്തു പറഞ്ഞാലും അനുസരിക്കത്തില്ല. നീ ഒന്നും മിണ്ടാതിരിക്കും. ചേച്ചി എങ്ങനെ കേട്ടോണ്ട് വരും. എനിക്കാരെയും പേടിയൊന്നുമില്ല. പറയാനുള്ളത് ഞാൻ ആരുടെയും മുഖത്ത് നോക്കി പറയും. ഇങ്ങനെയാണോ പിള്ളേരെ വളർത്തുന്നത്? കുറച്ച് അനുസരണയൊക്കെ വേണ്ടേ? മതി, നിർത്ത്. ഓ, നിന്നെയാണല്ലോ ഞാൻ ഭക്ഷണം കൊടുക്കാൻ ഏൽപ്പിച്ചത്. അതിനെന്താ, ഞാൻ കൊടുത്തില്ലേ? ഈ അസത്തല്ലേ വേണ്ടാന്ന് പറഞ്ഞത്? ഓടി അവിടുന്ന് എന്റെ മുമ്പിൽ നിന്ന്. എന്റെ അടുത്തുനിന്ന് വാങ്ങിക്കുന്നീ. ഞാൻ എന്റെ അച്ഛനോട് പറയും, നോക്കിക്കോ. ഓ പിന്നെ, എന്നിട്ട് നിന്റെ അച്ഛൻ എന്നെ മൂക്കി വലിച്ചു കയറ്റും. വെറുതെ അല്ല നീയൊക്കെ ഇങ്ങനെ അനുഭവിക്കുന്ന. അമ്മാതിരിയല്ലേ കയ്യിലിരിപ്പ്. അമ്മ അമ്മയെന്ന് വിളിച്ച് കൊറേ പുറകെ നടന്നല്ലോ. എവിടെയോ ഓടന്ന് ഒരുത്തിയുടെ നല്ല പണി കിട്ടിയപ്പോ സമാധാനായില്ലേ? ദേ, എന്റെ അമ്മയൊന്നും പറയണ്ട. എന്റെ അമ്മ എന്നെ ഒന്നും ചെയ്തിട്ടില്ല.
അത് ഞാൻ കണ്ടു, നിന്റെ ഒരമ്മ. എന്നിട്ടിപ്പോ നോക്കാം നിന്റെ അമ്മ എവിടെ? അതിന് ഞങ്ങളൊക്കെ തന്നെ വേണ്ടി വന്നില്ലേ? എന്റെ ദൈവമേ, ഒന്ന് നിർത്തിക്കേ, എനിക്ക് വയ്യ. ആ ചേച്ചി എങ്ങനെ കേട്ടോണ്ട് വന്നാലുണ്ടല്ലോ. ഓ പിന്നെ വന്നാ പിന്നെ എനിക്കെന്നാ? നീ ഇങ്ങോട്ട് വന്നേ, വരാനല്ലേ പറഞ്ഞേ. എല്ലാം ഉണ്ടായിട്ടും ഒന്നുമില്ലാത്ത ഐനുമോളുടെ അവസ്ഥ ഇനി എന്താകും? നമ്മുടെ അവസാനത്തെ അത്താണിയാ ആ പെങ്കൊച്ച്. അവന്റെ കോടിക്കണക്കിന് രൂപയുടെ സ്വത്തിന്റെ ഒരേ ഒരു അവകാശിയാ ആ കുഞ്ഞ്. ആ ഒരൊറ്റ സെന്റിമെന്റ്സ് വെച്ച് വേണം നീ അവന്റെ ജീവിതത്തിൽ കയറിപ്പറ്റാൻ. ഈ ബന്ധങ്ങൾക്കിടയിൽ ആ കുഞ്ഞിന്റെ ജീവിതം സുരക്ഷിതമോ? കെട്ടുപിണഞ്ഞു കിടക്കുന്ന ജീവിതങ്ങൾക്കിടയിൽ ഇനി സംഭവിക്കാൻ പോകുന്നതെന്ത്? ഉദ്യോഗജനകമായ മുഹൂർത്തങ്ങളുമായി വസുധ കാണുക തുടർന്നുള്ള ഭാഗങ്ങളിൽ.